അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ജനീവയിൽ ഒപ്പുവെക്കാനിരിക്കെ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണാവകാശം ഇറാനാണെന്ന് പ്രഖ്യാപിച്ച് മുഹമ്മദ് റസ ആരിഫ്. കടലിടുക്കിന്റെ നിയന്ത്രണം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചുമതലയായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ വനിതാ കുടുംബക്ഷേമ വിഭാഗം ഉദ്യോഗസ്ഥരുമായി ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആരിഫ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്ത്രപ്രധാനമായ ഈ ജലപാത ഉപയോഗിക്കുന്ന കപ്പലുകൾ സുരക്ഷിതമായ യാത്രയ്ക്കായി ഇറാൻ നൽകുന്ന സേവനങ്ങൾക്ക് പ്രതിഫലം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാന്റെ പങ്ക് വളരെ വലുതാണ്. ഇറാന്റെ സേവനങ്ങളില്ലെങ്കിൽ നാവിക മൈനുകൾ ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കപ്പലുകൾ നേരിടേണ്ടി വരുമെന്നും പ്രസിഡന്റിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ ആരിഫ് മുന്നറിയിപ്പ് നൽകി. പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയാണ്. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന എണ്ണയുടെ 20% ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ ആഴ്ച അവസാനത്തോടെ ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെയാണ് പുതിയ കരാറിനെ കുറിച്ചുള്ള അമേരിക്കയുടെ നിലപാട് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയത്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് പുതിയ കരാർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറായാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാറിന്റെ ഭാഗമായി അമേരിക്ക ഇറാനിലേക്ക് കോടിക്കണക്കിന് ഡോളർ കൈമാറുന്നുവെന്ന റിപ്പോർട്ടുകൾ ഫോക്കസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വാൻസ് തള്ളി. 2400 കോടി ഡോളർ അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്നുവെന്നത് തികച്ചും തെറ്റായതും കെട്ടിച്ചമച്ചതുമായ വാർത്തയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കളുടെ ശേഖരം ഇല്ലാതാക്കാമെന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുകയും കർശനമായ പരിശോധനകൾക്ക് വിധേയരാവുകയും ചെയ്താൽ മാത്രമേ കരാറിലെ മറ്റ് ആനുകൂല്യങ്ങൾ ഇറാന് ലഭിക്കൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും പശ്ചിമേഷ്യയിലെ തീവ്രവാദ ഫണ്ടിങ്ങും അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറായാൽ അവരുമായുള്ള ബന്ധം പൂർണ്ണമായും മാറ്റാൻ അമേരിക്ക ഒരുക്കമാണ്. 2015 ആണവ കരാറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പുതിയ കരാറെന്നും വാൻസ് ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പുകൾ പരിശോധിച്ച ശേഷം മാത്രമേ ആനുകൂല്യങ്ങൾ നൽകുകയുള്ളൂ. അതേസമയം പുതിയ സമാധാന കരാറിനെ വളരെ ശക്തമായ രേഖ എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഒപ്പുവെക്കുന്ന ചടങ്ങിന് ശേഷം കരാറിന്റെ പൂർണ്ണരൂപം പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തെക്കൻ ലബനനിലെ നബാത്തിയയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു. ലബനോന്റെ ദേശീയ വാർത്താ ഏജൻസിയായ NNA ആണ് പുറത്തുവിട്ടത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണകൾക്ക് വിരുദ്ധമായാണ് ഇസ്രായേലിന്റെ പുതിയ സൈനിക നീക്കം. നബാത്തിയെ ഗവർണറേറ്റിലെ മെയ്ഫദൂണിൽ 2 വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ഡ്രോൺ ആക്രമണം. ഇതിന് പിന്നാലെ ഷൗക്കിൻ ഗ്രാമത്തിലെ മറ്റൊരു വാഹനത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി NNA റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.